ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. ഇറ്റ്സ് മീ വികെ. നാളെയാണ് +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഇതിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ പോലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്, സർ ഏതൊക്കെയാണ് എസ് എ ക്വസ്റ്റ്യൻസിന് വരിക എന്നുള്ളത്. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2018 മുതലുള്ള ചോദ്യ പേപ്പർ എടുത്ത് പരിശോധിക്കാം. ഏതൊക്കെയാണ് എസ് എ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്, കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെയാണ് എസ് എ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് മോഡൽ എക്സാമിന്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 2018 ചോദ്യം എടുത്ത് പരിശോധിക്കാം. 3 ചോദ്യങ്ങളാണ് എസ് എക്ക് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട മോട്ടിവേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഷേഴ്സിനാണ് ഇൻസെന്റീവ് എന്ന് പറയുക. അപ്പോൾ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്, മണി ഈസ് ദ ഓൺലി ഫാക്ടർ ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. പണമാണോ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ചോദിക്കുന്നത്. അല്ല. അപ്പം നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിനെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇൻസെന്റീവ് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ. ദെൻ 31ാമത് അടുത്ത എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്ന സമയത്ത് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. വില നിർണ്ണയത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിനടുത്തത് 32ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 3ാമത്തെ ചോദ്യം, മൈക്രോ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ഫിൽ 10 പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അഡ്വൈസ് ദം റിഗാർഡിംഗ് ദ വേരിയസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അവൈലബിൾ ടു ദം. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യം, സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ. ഇതാണ് 2018 ചോദിച്ചുള്ള 3 ചോദ്യം. ഇനി 2019 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മാനേജ്മെന്റ് ഓഫ് ബോത്ത് ഫിക്സഡ് capital and working capital are equally important for the profitability as well as the liquidity of the business. Explain any 4 factors each affecting the requirement of both. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. അപ്പം വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന എന്തായാലും ഈ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മാർക്കറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി ഓർഗനൈസേഷൻ ആസ് ഇറ്റ് ഈസ് ഇൻ ദ ഫംഗ്ഷൻ ദാറ്റ് ബ്രിങ്സ് റവന്യൂ ടു ഇറ്റ്. Examine the statement by explaining any 8 functions of marketing. അതായത് വിപണനത്തിന്റെ ഏതെങ്കിലും 8 ധർമ്മങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുകളിൽ നൽകിയ പ്രസ്താവന വിലയിരുത്തുക. സോ മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസ് ആണ് എസ് എക്ക് ചോദിച്ചുള്ളൂ. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ സംഘടനാപരമായ ആശയവിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സ്വീകരിക്കേണ്ട വിവിധ മാർഗങ്ങൾ വിശദീകരിക്കുക. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചോദിച്ചുള്ള ചോദ്യം. അതായത് ഡയറക്റ്റ് എന്ന ചാപ്റ്ററിൽ കമ്മ്യൂണിക്കേഷന് ലാസ്റ്റ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടൊരു ചോദ്യം, ഒരു ഭാഗം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെയും എന്ത് ചെയ്ത് ഡയറക്റ്റ് എന്ന ചാപ്റ്ററിന് ചോദ്യം വന്നു. യെസ്. ഇനി 2020 ചോദിച്ചുള്ള ചോദ്യമാണ്. 2020 ചോദിച്ചുള്ള 3 എസ് എ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്, നിരഞ്ജൻ ഈസ് അപ്പോയിന്റഡ് ആസ് എ ഫിനാൻസ് മാനേജർ ഓഫ് എ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ഇൻ കൊച്ചി. കൊച്ചിയിലെ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറാണ് ആരെന്ന് പറഞ്ഞാലും നിരഞ്ജൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഈ ഷുഡ് കൺസിഡർ ഫോർ ഡിറ്റർമൈനിങ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദി കമ്പനി? അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ നിർണ്ണയിക്കുന്ന സമയത്ത്, ഫിക്സഡ് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഫിനാൻസ് മാനേജർ? അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്ററിൽ ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചാൽ 8 മാർക്ക്. ഇതിനടുത്ത്, പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദി വേരിയസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. വീണ്ടും ഡയറക്റ്റ് എന്ന് ചോദിച്ചു. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 5 ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, 4 ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിനടുത്ത്, വാട്ട് ഡു യു മീൻ ബൈ പ്രൈസിങ്? പ്രൈസിംഗുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. പ്രൈസിംഗുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചോദ്യം, പ്രൈസിംഗ് എന്താണ്, അതേപോലെ തന്നെ പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിന് പ്രൈസിങ് നിശ്ചയിക്കുന്ന സമയത്ത് എന്തെല്ലാം ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ചോദ്യം വന്ന് 2ാമത്തെ തവണയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇത് 2021 നമുക്കറിയാം കോവിഡ് സമയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 2022 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏതെങ്കിലുമൊക്കെ പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടായിരിക്കും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. 14 പ്രിൻസിപ്പിൾസും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. സോ യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, സ്കാലാർ ചെയിൻ, ഓർഡർ എന്നീ 4 പ്രിൻസിപ്പിൾസ് കൊടുത്തു. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ സ്കാലാർ ചെയിൻ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു ട്രയാങ്കിളൊക്കെ വരച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. മറക്കരുത്, കൃത്യമായിട്ട് ട്രയാങ്കിളൊക്കെ വരയ്ക്കുക. അതേപോലെ തന്നെ ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രം വരച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത്, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്ന സ്റ്റെപ്സ്, പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് നമുക്കറിയാം. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സും പഠിച്ചു വെക്കാം. ഇതിനടുത്തത്, എക്സ്പ്ലെയിൻ 4 കോമൺലി യൂസ്ഡ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പോൾ വീണ്ടും ചോദിച്ചു സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിന് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2022 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം. ഓക്കെ, ഇനി അടുത്തത് 2023 വരികയാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ ചോദ്യം, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എനി 8 എണ്ണം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് തൊട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്.
അടുത്തത് എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്ന സമയത്ത് ബാരിയേഴ്സ് ഏതൊക്കെ, തടസ്സങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. 4 ടൈപ്പ് ബാരിയേഴ്സ് ഉണ്ട് അല്ലെ, സെമാൻറ്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, പേഴ്സണൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കൃത്യമായിട്ട് 4 തടസ്സങ്ങളെ കുറിച്ച്, ബാരിയേഴ്സിനെ കുറിച്ച് പഠിച്ചു വെക്കണം. ഡയറക്റ്റ് എന്ന ചാപ്റ്ററിൽ വീണ്ടും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തത് ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംപേഴ്സണൽ മെത്തേഡ് ഓഫ് പ്രൊമോഷൻ. ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ്, എക്സ്പ്ലെയിൻ 4 മെറിറ്റ്സ് ആൻഡ് 3 ഡീമെറിറ്റ്സ് ഓഫ് ഇറ്റ്. അഡ്വർടൈസിങ്ങിനെ കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. അഡ്വർടൈസിങ് പ്രൊമോഷണൽ മിക്സിലുള്ളതാണ് അഡ്വർടൈസിങ്. അപ്പോൾ അഡ്വർടൈസിങ്ങിന്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സും ഓർത്ത് വെക്കുക. മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഇനി അടുത്തത് 2024 ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, സെലക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഇനി അടുത്ത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 4 മോണിറ്ററി ആൻഡ് 4 നോൺ മോണിറ്ററി ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട 2ാമത്തെ തവണ ചോദിച്ചു. 2024 ചോദിച്ചു, പ്രീവിയസ് ഇയർ ഒരു പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവുമായിട്ടാണ് വന്നിട്ടുള്ള ചോദ്യമാണ് ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ. ഇതിനടുത്ത് മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, വാട്ട് ഈസ് മാർക്കറ്റിംഗ് മിക്സ്, എക്സ്പ്ലെയിൻ 4 എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. 4 പീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട്, അത് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് നിർബന്ധമായിട്ടും ഓർത്തു വെക്കാം. വിപണനത്തിന്റെ മിശ്രിതത്തിന് 4 ഘടകങ്ങൾ വിശദീകരിക്കുക. അപ്പം ഓർത്തു വെക്കുക, മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിൽ ചോദ്യം വന്നു. ഇനി കഴിഞ്ഞ വർഷം 2025 ചോദ്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്. ഐഡന്റിഫൈ ദ കോൺസെപ്റ്റ് റെഫേർഡ് ഹിയർ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ഇറ്റ്സ് ഇന്റേണൽ സോഴ്സസ് ആൻഡ് 5 എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പം റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, സംശയമൊന്നുമില്ല. അപ്പം എക്സ്റ്റേണൽ സോഴ്സിനെ കുറിച്ചും ഇന്റേണൽ സോഴ്സിനെ കുറിച്ചും ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, സംശയമില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എക്സാമ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ. അപ്പം ഇൻഡിവിജ്വൽ എക്സാമ്പിൾസ് ഉണ്ട്, ഓർഗനൈസേഷണൽ പോയിന്റ് ഓഫ് വ്യൂ എക്സാമ്പിൾസ് ഉണ്ട്. നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഡെവലപ്ഡ് ബൈ അബ്രഹാം മാസ്ലോ. പഠിച്ചു വെച്ചിരിക്കണം, 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഇനി അടുത്ത ചോദ്യം, ഗിവ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് എനി 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻസും ചോദിച്ചു. അപ്പൊ മൊത്തത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് സ്ഥിരമായിട്ട് എസ്സേക്ക് ചോദിക്കുക. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെ നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിന് ഒരു എസ്സേ ചോദിക്കും. മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിന് ഒരു എസ്സേ, മാർക്കറ്റിംഗ് എന്ന ചാപ്റ്റർ. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഒരു എസ്സേ ആയിരിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എസ്സേ ചോദിക്കാം. 2ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 3ാമത്തെ ചാപ്റ്റർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഡയറക്റ്റിംഗ് ആണ്. ഒരു സംശയം പറയാം, ഡയറക്റ്റിംഗ്. ഓക്കെ. 4ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ്. അപ്പം ഈ 4 ചാപ്റ്റേഴ്സിനായിരിക്കും ഉറപ്പായിട്ടും എസ്സേക്ക് ചോദിക്കാം. വേറെ ഒരു ചാപ്റ്റർ നിങ്ങൾ തിരഞ്ഞ് എസ്സേ ക്വസ്റ്റൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പം 8 മാർക്കിന് ചോദ്യം വരിക ഈ 4 ചാപ്റ്റേഴ്സിനായിരിക്കും. ഓക്കെ. 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡയറക്റ്റിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. ഈ 4 ചാപ്റ്ററിന് ഉറപ്പായിട്ടും എസ്സേക്ക് ചോദിച്ചു. സോ കൃത്യമായിട്ട് എസ്സേ ക്വസ്റ്റൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഇത്. സോ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യേണ്ടത്. സോ എല്ലാവർക്കും നാളത്തെ പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.